സമഗ്ര ശിക്ഷ കേരള ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ BRC തല ദ്വിദിന ശില്പശാല തളിക്കുളം BRC ഹാളിൽ സംഘടിപ്പിച്ചു. ഉദ്ഘാടനം വലപ്പാട് EU KV അമ്പിളി നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ TV ചിത്രകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തളിക്കുളം BRC ട്രെയിനർ TR അനൂപ് സ്വാഗതം ആശംസിച്ചു. ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ സലാഹുദ്ദീൻ തങ്ങൾ BT നന്ദി രേഖപ്പെടുത്തി. റിട്ടയർഡ് അധ്യാപകരായ KK തുളസി, K മധുസൂദനൻ, ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ ശ്രീജ KP എന്നിവർ ആശംസകൾ അറിയിച്ചു. പഠന പരിപോഷണം ലക്ഷ്യമാക്കി 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭാഷ, സാമൂഹ്യശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രൊജക്ട് നിർമ്മാണം നടന്നത്. കുട്ടികളുടെ പഠന വിടവ് കണ്ടെത്തി അതിന് പരിഹാരം എന്ന രീതിയിൽ തയ്യാറാക്കിയ പ്രൊജക്ടിന്റെ ക്ലസ്റ്റർ അവതരണവും പഞ്ചായത്ത് തലവും പൂർത്തിയായ ശേഷമാണ് BRC തല പ്രൊജക്ട് അവതരണം നടന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പ്രൊജക്ടുകളുടെ അവതരണം ഇന്ന് നടന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 8 പ്രൊജക്ടറും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 9 പ്രൊജക്ടും ഉണ്ടായിരുന്നു. UP വിഭാഗത്തിന്റെ പ്രൊജക്ട് അവതരണം നാളെ നടക്കും. ഇതിപ്പോൾ നമ്മുടെ BRC തലത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വലപ്പാട് സബ് ജില്ലയിൽ നമ്മുടെ തളിക്കുളം ബ്ലോക്കിൻ്റെ കീഴിലുള്ള സ്കൂളുകളിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കൂട്ടിച്ചേർക്കാനും കഴിയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് എലിമെന്ററി തലം UP തലം വരെ ആയിട്ട് നിന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ 2-3 വർഷക്കാലമായിട്ട് SSKയുടെ പ്രവർത്തനങ്ങൾ -2 മുതൽ +2 വരെയുള്ള തലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഒരുപാട് പ്രീ പ്രൈമറി തലത്തിൽ നിരവധിയായിട്ടുള്ള പ്രൊജക്റ്റുകൾ കാണാം. നമ്മളുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രീ പ്രൈമറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിലും നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് LEPയുടെ ഭാഗമായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ സമഗ്ര ശിക്ഷയുടെ പ്രവർത്തനങ്ങളിൽ ചെറിയ പോരായ്മകൾ എപ്പോഴും പറയാറുള്ളത് അത് മിക്കവാറും ഈ ഒരു കൊല്ലവർഷത്തിന്റെ അവസാന സമയത്ത് നടക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പോരായ്മകൾ മുൻ വർഷങ്ങളിലൊക്കെ പറയാറുണ്ട്. എങ്കിലും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഏറ്റവും പ്ലാനിങ്ങോടുകൂടി തുടക്കം മുതൽ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാറുണ്ട്. അപ്പൊ ഏറ്റവും അക്കാദമികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഈ ജൂൺ 1st ടേമിലാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റോടുകൂടി നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ജൂൺ മാസത്തിൽ തന്നെ ഈ പ്രോജക്റ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിലറിയാൻ നമുക്ക് ഓരോ സ്കൂളിന്റെയും സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവിടെ നടത്താവുന്ന ഏറ്റവും നല്ല പ്രവർത്തനം അതേതാണ് സ്കൂളിലുള്ളവർക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രോജക്റ്റാണ്. ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നിന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു രീതിയല്ല ഇതിൽ നടക്കുന്നത്. സ്കൂൾ തന്നെ സ്വയം കണ്ടെത്തുന്ന പ്രൊജക്ട് നടപ്പിലാക്കാനാണ് ഇതിലൂടെ നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പോൾ 2-3 തലങ്ങൾ കഴിഞ്ഞു. സ്കൂൾ തലത്തിൽ അതിനൊരു അവതരണം കഴിഞ്ഞിട്ടുണ്ടാകും, പിന്നെ ക്ലസ്റ്റർ തലത്തിൽ അവതരണം കഴിഞ്ഞു, വീണ്ടും പഞ്ചായത്ത് തലത്തിൽ TECകളൊക്കെ കൂടി അവിടെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ BRC തലത്തിലുള്ള ഈ വിലയിരുത്തലിലേക്ക് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്.